ഒരു സ്ത്രീയുടെ ഭയാനകമായ നിലവിളി, അതിന് പിന്നാലെ ഒരു കുഞ്ഞിൻ്റെ നൊമ്പരമാർന്ന കരച്ചിൽ, ആളിക്കത്തുന്ന തീജ്വാലകൾ. ആ ഭീകര ദൃശ്യങ്ങളെല്ലാം ഒരുമിച്ച് സ്വപ്നമായി അവളെ വളഞ്ഞു. ഞെട്ടിയുണർന്ന നിദ്ര നെഞ്ചിടിപ്പ് നിയന്ത്രിക്കാനാവാതെ ഉറക്കെ നിലവിളിച്ചു. ആ നിലവിളി കേട്ട് തൊട്ടരികിൽ കിടന്നിരുന്ന ഷോൺ ഞെട്ടിയുണർന്നു. ഒരു നിമിഷം എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ അവൻ ചുറ്റും നോക്കി. പിന്നെ വിറച്ചുകൊണ്ട് ശ്വാസം വലിക്കുന്ന നിദ്രയെ കണ്ടതും അവൻ്റെ മുഖത്ത് ഭയം നിറഞ്ഞു. നിത്തു, എന്താ, എന്തു പറ്റി? അവൻ വേഗം അവളുടെ തോളിൽ കൈവച്ച് പതുക്കെ കുലുക്കി. മറുപടി പറയാൻ പോലും കഴിയാതെ നിദ്ര കിതച്ചുകൊണ്ടിരുന്നു. നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞിരുന്നു. ഭയത്താൽ വികസിച്ച കണ്ണുകൾ ഇപ്പോഴും ആ സ്വപ്നത്തിൻ്റെ ദൃശ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇച്ഛായ, സ്വപ്നം, ഒരു സ്ത്രീ, കുഞ്ഞിൻ്റെ കരച്ചിൽ, ചുറ്റിലും ചുറ്റിലും തീയ. എനിക്ക് 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 പേടിയായി ചായ. വാക്കുകൾ പൂർണ്ണമാകുന്നതിന് മുൻപേ അവളുടെ ശബ്ദമിടറി. ഒന്നും ആലോചിക്കാതെ ഷോൺ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. വിറച്ചുകൊണ്ടിരുന്ന അവളുടെ ശരീരം തൻ്റെ കൈകളിൽ സുരക്ഷിതമായി ഒതുക്കി. അവൻ അവളുടെ പുറത്ത് പതിയെ തഴുകി. ഒന്നുമില്ലടാ, ഞാൻ ഇവിടെയില്ലേ, അത് വേറൊരു സ്വപ്നമല്ലേ. അവൻ്റെ ശാന്തമായ സ്വരം കേട്ടിട്ടും നിദ്രയുടെ ശ്വാസഗതി സാധാരണ നിലയിലാകാൻ കുറച്ച് സമയമെടുത്തു. അവൾ കണ്ണുകൾ അടച്ച് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. എന്നാൽ ആ തീജ്വാലകളും ആ സ്ത്രീയുടെ നിലവിളിയും ആ കുഞ്ഞിൻ്റെ നൊമ്പരമാർന്ന കരച്ചിലും അവളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. എന്തുകൊണ്ടോ അത് വെറുമൊരു സ്വപ്നമല്ല, എവിടെയോ എപ്പോഴോ നടന്നുപോയ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ചിതറിയ ഓർമ്മകളാണെന്ന് അവളുടെ ഉള്ളിൽ ഏതോ ഒരു കോണിൽ ഒരു അജ്ഞാത ഭയം പതിയെ മന്ത്രിച്ചു കൊണ്ടിരുന്നു. ആ ചിന്ത മനസ്സിലൂടെ കടന്നുപോയ നിമിഷം അറിയാതൊരു വിറയൽ വീണ്ടും അവളുടെ ശരീരത്തിലൂടെ പടർന്നു. അവൾ ഷോണിൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചേർന്നിരുന്നു. എന്നാൽ അവളുടെ ഉള്ളിൽ ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങൾ നിശബ്ദമായി ഉണരുകയായിരുന്നു. ആരായിരുന്നു ആ സ്ത്രീ? ആ കുഞ്ഞ് ആരുടേതായിരുന്നു? പിന്നെ ആ തീയിൽ കത്തിയെരിഞ്ഞത് ആരുടെ ജീവിതമായിരുന്നു? ഷോണിൻ്റെ കരലാളനങ്ങൾക്കും സ്നേഹസ്പർശങ്ങൾക്കും ഒടുവിൽ നിദ്ര എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണു. രാവിലെ സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ ജനൽ ചില്ലിലൂടെ മുറിയിലേക്ക് പതിയുമ്പോൾ രാത്രിയിലെ ആ ഭയാനക സ്വപ്നം അവളുടെ ഓർമ്മകളിൽ നിന്നും മിക്കവാറും മാഞ്ഞു പോയിരുന്നു. എന്നാൽ പൂർണ്ണമായല്ല. ഹൃദയത്തിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള ഒരു കോണിൽ മറന്നുപോയ ഓർമ്മയുടെ ചാരത്തിനടിയിൽ ഇപ്പോഴും കെടാതെ നിൽക്കുന്ന ഒരു തീക്കനല പോലെ ആ സ്വപ്നം നിശബ്ദമായി അവശേഷിക്കുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം അന്ന് നിദ്രയ്ക്ക് കോളേജ് അവധിയായിരുന്നു. ഡാനിയൽ ഏൽപ്പിച്ച ആവശ്യത്തിനായി ബാങ്കിൽ പോയി മടങ്ങുകയായിരുന്നു അവൾ. ഷോൺ അവൾക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുത്ത കാറിൽ വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് റോഡരികിലൂടെ പതിയെ നടന്നു പോകുന്ന സാറ അവളുടെ കണ്ണിൽ പെടുന്നത്. സർക്കാർ ആശുപത്രിയുടെ ഗേറ്റിലൂടെ അകത്തേക്ക് കയറാനൊരുങ്ങുകയായിരുന്നു സാറ. അവളെ കണ്ടതും നിദ്ര പെട്ടെന്ന് തൻ്റെ കാർ റോഡരികിലേക്ക് ഒതുക്കി നിർത്തി. കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന നിദ്രയെ കണ്ട നിമിഷം സാറയുടെ മുഖം വിളറി. ഒരു നിമിഷം എന്തു ചെയ്യണം എന്നറിയാതെ അവർ നിന്നുപോയി. അവളുടെ വേഷവും കാറും ആ മുഖ സൗന്ദര്യവും സാറ ഒരു നിമിഷം നോക്കി നിന്നു. സാറയുടെ കണ്ണുകളിൽ ഒരു നിമിഷം പല വികാരങ്ങളും മിന്നിമറഞ്ഞു. ഒരിക്കൽ താൻ അപമാനിച്ച് തള്ളിക്കളഞ്ഞ പെൺകുട്ടി ഇന്ന് അന്തസ്സോടെയും ആത്മവിശ്വാസത്തോടെയും തൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. നിദ്രയുടെ നോട്ടം പതിയെ സാറയിലേക്ക് നീണ്ടു. ഒരിക്കൽ ഇന്നും വൃത്തിയായും ഭംഗിയായും കണ്ടിരുന്ന ആ സ്ത്രീയെ തിരിച്ചറിയാൻ പോലും പ്രയാസമായിരുന്നു. നിറം മങ്ങിയ പഴയൊരു സാരിയായിരുന്നു അവരുടെ വേഷം. കാതിലും കഴുത്തിലും ആഭരണങ്ങളൊന്നുമില്ലായിരുന്നു. ഒരു കാലത്ത് മുഖത്തുണ്ടായിരുന്ന ആ പ്രസരിപ്പും ആത്മവിശ്വാസവും എവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. കവിളുകൾ ഒട്ടിയിരുന്നു. കണ്ണുകൾക്ക് ചുറ്റും ഉറക്കമില്ലായ്മയുടെ കറുപ്പ് പടർന്നിരുന്നു. മാസങ്ങളായി മനസ്സും ശരീരവും ഒരുപോലെ തളർന്നു പോയ ഒരാളുടെ രൂപമായിരുന്നു ഇപ്പോൾ സാറയ്ക്ക്. ആ കാഴ്ച കണ്ട നിദ്രയുടെ മനസ്സിൽ ആദ്യം ഉയർന്നത് ദേഷ്യമല്ല, മറിച്ച് ഒരു തരം വേദനയായിരുന്നു. മമ്മി, മമ്മി എന്താ ഇവിടെ? നിദ്രയുടെ ചോദ്യം കേട്ടതും സാറ ഒന്ന് പതറി. അത് പിന്നെ ഞാൻ വെറുതെ ഡോക്ടറെ കാണാനാണ് വന്നതെന്ന് നിദ്രയോട് തുറന്നു പറയാൻ അവർക്ക് തോന്നിയില്ല. സ്വന്തം അവസ്ഥ ആരുടെയും മുന്നിൽ സമ്മതിക്കാൻ അവരുടെ അഭിമാനം അനുവദിച്ചില്ല. മമ്മി ഡോക്ടറെ കാണാൻ വന്നതാണോ? എങ്കിൽ ഞാൻ കൂടെ വരാം. വേണ്ട, ഞാൻ വെറുതെ ഇതുവഴി വന്നതാ. വാക്കുകൾ പൂർത്തിയാക്കാനാവാതെ സാറ സാരിത്തുമ്പ് കൊണ്ട് തൻ്റെ കണ്ണും മുഖവും പതിയെ തുടച്ചു. പിന്നെ നിദ്രയുടെ കണ്ണുകളിലേക്ക് നോക്കാതെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. മമ്മി ഒന്ന് നിൽക്കണേ.
നിദ്ര വേഗം അവരുടെ പിന്നാലെ ചെന്നു. എങ്ങോട്ടാണെങ്കിലും ഞാൻ കൊണ്ടുവിടാം. സാറയുടെ ആ ദയനീയമായ രൂപം കണ്ടപ്പോൾ അവരെ ഒറ്റയ്ക്ക് വിടാൻ നിദ്രയുടെ മനസ്സ് സമ്മതിച്ചില്ല. എത്ര ക്രൂരമായി പെരുമാറിയാലും എത്രത്തോളം തന്നെ വേദനിപ്പിച്ചിട്ടുണ്ടായാലും തൻ്റെ മുന്നിൽ നിൽക്കുന്നത് തൻ്റെ ജീവനേക്കാൾ പ്രിയപ്പെട്ട തൻ്റെ ഇച്ഛായൻ്റെ മമ്മിയായിരുന്നു. എന്തൊക്കെയായാലും ഈ ലോകത്തേക്ക് തൻ്റെ ഇച്ഛായനെ കൊണ്ടുവന്നത് അവരാണ്. ആ ഒരൊറ്റ കാരണത്താൽ സാറയോടുള്ള ബഹുമാന നിദ്രയുടെ മനസ്സിൽ ഇന്നും മരിച്ചിരുന്നില്ല. വേണ്ട, ഞാൻ പൊയ്ക്കോളാം. ആ വാക്കുകളിൽ ദേഷ്യമില്ലായിരുന്നു, ഒരുതരം നിർവികാരതയായിരുന്നു. അവളുടെ മുന്നിൽ അങ്ങനെ നിൽക്കേണ്ടി വന്നതിൻ്റെ നാണക്കേട് അവരുടെ മുഖത്ത് പ്രകടമായിരുന്നു. ഞാൻ പോവാ. ഷോണിനോട് എന്നെ കണ്ട കാര്യം പറയരുത്. അത്രയും പറഞ്ഞ് അതുവഴി വന്ന ഓട്ടോയിൽ കയറി അവരവിടെ നിന്ന് പോയതും അവരെ അവസ്ഥയിൽ കണ്ടതിൻ്റെ ഷോക്കിൽ തന്നെയായിരുന്നു നിദ്ര. അവൾ പെട്ടെന്ന് തൻ്റെ വണ്ടിയെടുത്ത് ആ ഓട്ടോയെ പിന്തുടർന്നു. കുറച്ചു ദൂരം പിന്നിട്ട സാറ ഓട്ടോയിൽ നിന്നിറങ്ങി ബസ്സിൽ കയറി പോകുന്നത് കണ്ടതും നിദ്രയുടെ ഉള്ളിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉടലെടുത്തു. സാറയുടെ കയ്യിൽ ഓട്ടോയ്ക്ക് കൊടുക്കാൻ പോലും പൈസ ഇല്ലായിരുന്നു. നിദ്ര ബസ് പിന്തുടർന്നു. ബസ്സിൽ നിന്നിറങ്ങിയ സാറ ഒരു ആഡംബര ഫ്ലാറ്റിൻ്റെ ഗേറ്റ് കടന്നു പോകുന്നത് കണ്ട നിദ്ര ഒരു നിമിഷം അവിടെ നിന്നു. വാച്ച്മാനോട് എന്തോ സംസാരിച്ച സാറ അകത്തേക്ക് നടന്നു. സാറ പോയെന്നത് കണ്ടതും നിദ്ര അവിടെ വാച്ച്മാൻ്റെ അരികിലെത്തി സാറയെ പറ്റി തിരക്കി. ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് നിദ്ര വാച്ച്മാനിൽ നിന്നും അറിഞ്ഞത്. റോണിയും ലിയയും സാറയോട് മോശമായി പെരുമാറുന്നു തുടങ്ങി എല്ലാ കാര്യങ്ങളും വാച്ച്മാൻ നിദ്രയോട് പറഞ്ഞു. അയാൾ പലപ്പോഴായി അതിന് സാക്ഷ്യം വഹിച്ചിരുന്നു. വളരെ വേദനയോടാണ് നിദ്ര അവിടെ നിന്ന് മടങ്ങിയത്. ഫ്ലാറ്റിലേക്ക് തിരികെ എത്തിയ സാറ മുൻവശത്തെ ലോക്ക് പിടിച്ച് താഴ്ത്തി അകത്തേക്ക് നടന്നു. അവിടെ നിന്ന് പോകുമ്പോൾ ലിയയും റോണിയും ഫോട്ടോഷൂട്ടിന് വേണ്ടി ദൂരെ എവിടെയോ പോയിരുന്നു. ലിനി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഡോർ തുറന്ന് അകത്ത് കയറിയ സാറ അടുക്കളയിലോട്ട് നടക്കുന്നതിനിടയിൽ ലിയയുടെയും റോണിയുടെയും മുറിയിൽ നിന്നും എന്തോ ശബ്ദം കേൾക്കുകയും അങ്ങോട്ട് പോവുകയും ചെയ്തു. ഡോർ പാതി ചാരി കിടക്കുകയായിരുന്നു. മുറിയിൽ ലിനിയോടൊപ്പം ഏതോ ഒരു പുരുഷനും ഉണ്ടായിരുന്നു. ലിനി ലിയയുടെ വാർഡ്രോബിൽ നിന്നും ഒരു സ്വർണ്ണവള എടുത്തു അവൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. എടാ, തൽക്കാലം നീതി പിടിക്ക്. എൻ്റെ കയ്യിൽ വേറെ കാശൊന്നുമില്ല. ഇതെൻ്റെ അനിയത്തിയുടെയാ. അവൾ അറിയാതെയാ ഞാനിത് തരുന്നത്. അവളിത് അന്വേഷിക്കുമ്പോൾ എന്ത് പറയും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതും പറഞ്ഞ ലിനി അവൻ്റെ കയ്യിൽ ആ വള വെച്ച് കൊടുത്തു. ശേഷം അവനെ പുണർന്ന് ബെഡിലേക്ക് മറിഞ്ഞു. ഇരുവരും അതരങ്ങൾ തമ്മിൽ ബന്ധിച്ച് ബെഡിലൂടെ മറിഞ്ഞു. ആ കാഴ്ച കണ്ടതും സാറയുടെ മുഖം ഇരുണ്ടു. അവർക്കെന്തോ അറപ്പ് തോന്നി. തിരിഞ്ഞു നടക്കുന്നതിനിടയിലാണ് അവരുടെ കൈ തട്ടി ഫ്ലവർ വേസ് വീഴുന്നത്. ശബ്ദം കേട്ട് ലിനിയും അവനും അകന്നു മാറി. ലിനി അവനെ അവിടെ ഇരുത്തി മുറിയിൽ നിന്നിറങ്ങിയതും മുറിക്ക് വെളിയിൽ ആരുമില്ലായിരുന്നു. അവൾ അവിടെ മുഴുവൻ അന്വേഷിച്ചു. അവിടെ എവിടെയും ആരുമില്ലായിരുന്നു. മുൻവശത്തെ ഡോർ ലോക്കല്ലായിരുന്നു. അവൾ വരാന്തയൊക്കെ നോക്കി. അവിടെയും ആരുമില്ലെന്ന് കണ്ടതും ലിനി അവനെ പെട്ടെന്ന് പറഞ്ഞു വിട്ടു. അപ്പോഴാണ് ഹാളിലെ മേശയിൽ കിടക്കുന്ന സാറയുടെ പേഴ്സ് കാണുന്നത്. നേരത്തെ അവിടെ അതില്ലായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ വന്നു എന്ന പോലെ ലിനി ഒന്നുകൂടെ വീട് മുഴുവൻ പരിശോധിച്ചു. അവിടെയെങ്ങും സാറ ഇല്ലായിരുന്നു. ലിനിയുടെ ഉള്ളിൽ എന്തോ ഒരു സംശയം ഉടലെടുത്തു. അപ്പോഴാണ് കോളിംഗ് ബെൽ കേൾക്കുന്നത്. ലിനി ഡോർ തുറന്നു. മുന്നിൽ നിൽക്കുന്ന സാറയെ കണ്ടപ്പോൾ ലിനിയുടെ നെറ്റി ചുളിഞ്ഞു. സാറ ലിനിയുടെ മുഖത്ത് പോലും നോക്കാതെ തൻ്റെ മുറിയിലേക്ക് നടന്നു. പോകുന്നതിനിടയിൽ സാറ ടേബിളിൽ കിടക്കുന്ന തൻ്റെ പേഴ്സ് കൂടി എടുത്തു. അതോടെ ലിനിക്കൊരു കാര്യം വ്യക്തമായി. സാറ നേരത്തെ അകത്ത് കയറിയിരുന്നു. ഉറപ്പായും തൻ്റെ പ്രവൃത്തി അവർ കണ്ടിട്ടുണ്ടാവും എന്ന തോന്നലിൽ ലിനി എന്തൊക്കെയോ പദ്ധതിയിട്ടു. സാറ മയങ്ങുകയാണെന്ന് ഉറപ്പുവരുത്തി ലിനി വീണ്ടും ലിയയുടെ വാർഡ്രോബ് തുറന്ന് ഒരു സ്വർണ്ണമാലയും മറ്റൊരു വളയും കൂടി എടുത്തു. പിന്നീട് ഉറക്കമുണർന്ന സാറ അടുക്കളയിൽ ചെന്നപ്പോൾ ലിനി ആ മാല സാറയുടെ പേഴ്സിൽ കൊണ്ടിട്ടു. മറ്റേ വള അവൾ തന്നെ എടുത്തു. രാത്രിയിലാണ് റോണിയും ലിയയും തിരിച്ചു വന്നത്. പതിവ് പോലെ ഭക്ഷണം കഴിച്ചു എല്ലാവരും ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് രാവിലെ ഒരു പാർട്ടിക്കായി തയ്യാറെടുക്കുന്നതിനിടെ ലിനി ലിയയുടെ മുറിയിലേക്ക് ചെന്നു. എടി, നിൻ്റെ ആ ഡയമണ്ട് നെക്ലേസ് ഒന്ന് തരോ? ഇന്നെനിക്കൊരു പാർട്ടി ഉണ്ട്. അതിനെന്താ ചേച്ചി, തരാമല്ലോ. അതും പറഞ്ഞ് ലിയ വാർഡ്രോബ് തുറന്ന് ആഭരണ പെട്ടിയെടുത്തു. പക്ഷെ അത് തുറന്ന നിമിഷം അവളുടെ മുഖത്തെ ചിരി മാഞ്ഞു. അയ്യോ, എന്താ ലിയ? ലിനി ചോദിച്ചു. ചേച്ചി, എൻ്റെ ഡയമണ്ട് നെക്ലേസ് കാണുന്നില്ല. പിന്നെ ഇതിൽ വച്ചിരുന്ന സ്വർണ്ണവളയുമില്ല. അത് കേട്ടതും ലിനി ഞെട്ടിയതായി അഭിനയിച്ചു. എന്താ പറയുന്നത്? നന്നായി നോക്കിയോ? എല്ലായിടത്തും നോക്കി ചേച്ചി. ഇവിടെ തന്നെയായിരുന്നു ഞാൻ വെച്ചത്.
ബഹളം കേട്ട് റോണിയും സാറയും മുറിയിലെത്തി. എന്താ പ്രശ്നം? റോണി ചോദിച്ചു. റോണി, എൻ്റെ ആഭരണങ്ങൾ മോഷണം പോയി. റോണിയുടെ മുഖം ഗൗരവമായി. ലിയ, നീ ശരിക്കും എല്ലായിടത്തും നോക്കിയോ? നോക്കി റോണി. എന്നാ പിന്നെ പോലീസിൽ വിവരം അറിയിക്കാം, റോണി പറഞ്ഞു. അത് കേട്ട ലിനി പെട്ടെന്ന് ഇടപെട്ടു. അതിനു മുൻപ് ഈ വീട് മുഴുവൻ പരിശോധിക്കുന്നതല്ലേ നല്ലത്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ? ചേച്ചി എന്തൊക്കെയായി പറയുന്നത്? ലിയ സംശയത്തോട് ചോദിച്ചു. അല്ല, സ്വർണ്ണമല്ലേ, ആർക്കാണ് കിട്ടിയ മോഹം തോന്നാത്തത്? ലിനി അർത്ഥം വച്ച് പറഞ്ഞു. ആ വാക്കുകൾ കേട്ട് സാറയുടെ കണ്ണുകൾ ഒരു നിമിഷം ലിനിയുടെ മുഖത്ത് തറച്ചു. ലിനിയുടെ നിർദ്ദേശപ്രകാരം റോണി വീട് മുഴുവൻ പരിശോധിക്കാൻ തുടങ്ങി. ലിനിയുടെ മുറി പരിശോധിക്കും മുൻപ് സാറയുടെ മുറി പരിശോധിക്കാൻ പറഞ്ഞത് ലിനി തന്നെയായിരുന്നു. അങ്ങനെ സാറയുടെ മുറി പരിശോധിച്ചു. അവസാനം സാറയുടെ പേഴ്സ് തുറന്നപ്പോൾ അതിനുള്ളിൽ നിന്ന് ലിയയുടെ ഡയമണ്ട് നെക്ലേസ് പുറത്തു വന്നു. ഒരു നിമിഷം ആ മുറിയാകെ നിശബ്ദമായി. എല്ലാവരുടെയും കണ്ണുകൾ ഒരേ സമയം സാറയിലേക്ക് തിരിഞ്ഞു. റോണിയുടെ മുഖം കടുത്തു. ഛേ, മമ്മി ഇത്രയും തരം താഴുമെന്ന് ഞാൻ കരുതിയില്ല. റോണിയുടെ വാക്കുകൾ അവരുടെ ഹൃദയത്തെ കീറി മുറിച്ചു. ഭൂമി ഒന്ന് പിളർന്നു പോയിരുന്നുവെങ്കിൽ എന്നവരറിയാതെ ആഗ്രഹിച്ചു. മോനെ റോണി, എടാ, ഞാൻ എടുത്തിട്ടില്ല. ദേ, ഈ ലിനി ഇന്നലെ നിങ്ങളുടെ മുറിയിൽ കയറി വള എടുക്കുന്നതും ദേ കണ്ടോടി. ഇപ്പോൾ ഇവർ കുറ്റം മുഴുവനെ എൻ്റെ തലയിലിടാൻ ശ്രമിക്കുക. സാറ പറയുന്നതിനിടയിൽ കയറി ലിനി പറഞ്ഞു. ലിയ സാറയുടെ കഴുത്തിന് പിടിച്ചു. ദേ തള്ളേ, എൻ്റെ ചേച്ചിയെ കള്ളിയാക്കുന്നു. എവിടെ ബാക്കി 2 വള? സാറ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. റോണി ആ പിടി വിടിവിച്ചു സാറയെ ദഹിപ്പിച്ചു നോക്കി. സാറയുടെ അലമാരയിൽ നിന്നും തുണി മുഴുവൻ വലിച്ചെറിഞ്ഞു. അവിടെ മുഴുവൻ അവൻ പരിശോധിച്ചു. എവിടെയും ആ വളകൾ ഇല്ലെന്ന് കണ്ടതും ലിയ ഫോൺ എടുത്തു പോലീസിനെ വിളിച്ചു. നിദ്ര കോളേജിലായിരുന്നു. ഇന്റർവെൽ സമയത്താണ് അജുവിൻ്റെ കോൾ വരുന്നത്. അവൾ നെറ്റി ചുളിച്ചു കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ അജൂക്ക. നിദ്ര, ഷോണിനെ വിളിച്ച് കിട്ടുന്നില്ലല്ലോ. അജൂക്ക, ഇച്ചായൻ കൊച്ചിയിൽ നടക്കുന്ന മെഡിക്കൽ കോൺഫറൻസിൽ പങ്കെടുക്കാൻ മിനിഞ്ഞാന്ന് രാത്രിയിൽ പോയതാ. ഇന്ന് വൈകുന്നേരം തിരിച്ചു വരുള്ളൂ. ചിലപ്പോൾ ഫോൺ ഓഫായി കാണും. ആണോ? അപ്പോൾ ഡാനിയൽ അങ്കിൾ? അച്ഛൻ ഓഫീസിൽ കാണും. എന്താ അജുക്ക, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഷോണിൻ്റെ മമ്മി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഒരു പരാതി കിട്ടിയതിൻ്റെ ഭാഗമായി പോലീസ് വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്തു. ഞാൻ ഇപ്പം എത്തിയതേ ഉള്ളൂ. അപ്പോഴാ ആൻറ്റിയെ കാണുന്നത്. പരാതി കൊടുത്തത് മറ്റാരുമല്ല, റോണിയാണ്. ഞാൻ ആൻറ്റിയോട് സംസാരിച്ചു. ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ആൻറ്റി പറയുന്നത്. അജുവിൻ്റെ വെളിപ്പെടുത്തൽ കേട്ട് നിദ്ര തറഞ്ഞു പോയിരുന്നു. അവൾ സ്വബോധം വീണ്ടെടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അജുക്ക, ഇപ്പം ഇച്ചായനെയോ അച്ഛനെയോ കാര്യം അറിയിക്കരുത്. ഇച്ചായന് കോൺഫറൻസിലല്ലേ, ഇപ്പം അറിഞ്ഞാൽ ആകെ തകർന്നു പോവും. പക്ഷേ നിദ്ര, അജുക്ക പ്ലീസ്, ആദ്യം മമ്മിയെ പുറത്തിറക്കണം. അതിന് എന്താണ് വേണ്ടെന്ന് പറഞ്ഞാൽ മതി. ജാമ്യം കിട്ടുമോ? അഭിഭാഷകനെ കാണണോ? എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. നിദ്ര, നിനക്ക് ഉടനെ ഇവിടെ എത്താൻ പറ്റുമോ? പറ്റും, ഞാൻ ഇപ്പം തന്നെ കോളേജിൽ നിന്ന് ഇറങ്ങാം. അതും പറഞ്ഞ് നിദ്ര കോൾ കട്ട് ചെയ്തു. അവൾ നിഖിലിന് കോൾ ചെയ്തു. അവനിന്ന് വീട്ടിലുണ്ടാവുമെന്ന് അവൾക്കറിയാമായിരുന്നു. അവൾ കാര്യങ്ങളൊക്കെയും അവനോട് വിളിച്ചു പറഞ്ഞു. നിഖിൽ പെട്ടെന്ന് വരാമെന്ന് ഉറപ്പ് നൽകി. നിദ്രയും നിഖിലും ഒരു വക്കീലിനെയും ഏർപ്പാടാക്കി സ്റ്റേഷനിലെത്തി അജുവുമായി സംസാരിച്ചു. സാറയെ കാണാൻ വേണ്ടി നിദ്ര അജുവിനോട് അനുമതി വാങ്ങി അകത്തേക്ക് നടന്നു. സ്റ്റേഷനകത്ത് ഒരു ബെഞ്ചിൽ എല്ലാം തകർന്നവളെ പോലെ ഇരിക്കുകയായിരുന്നു സാറ. എപ്പോഴും വൃത്തിയായി അണിഞ്ഞൊരുങ്ങി കാണാറുള്ള അവരെ ഇന്ന് ആകെ മാറിയിരുന്നു. മുടി അലങ്കോലമായിരുന്നു. കരഞ്ഞ് കരഞ്ഞ് കണ്ണുകൾ ചുവന്ന് വീർത്തിരുന്നു. മുഖം മുഴുവനും ഭയവും നിസ്സഹായതയും മാത്രം. അവരതുപോലെ അവസ്ഥയിൽ കണ്ടതും നിദ്രയുടെ ഹൃദയം വേദന കൊണ്ട് പിടഞ്ഞു. മമ്മി. പരിചിതമായൊരു ശബ്ദം കേട്ട് സാറ ഞെട്ടി തല ഉയർത്തി നോക്കി. നിദ്ര. അടുത്ത നിമിഷം അവർ എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് വന്നു. ഇത്തവണ അവർ അഭിമാനമോ വാശിയോ ഒന്നും നോക്കിയില്ല. മോളെ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എന്നെ വിശ്വസിക്കണം. അത് പറഞ്ഞു തീരും മുമ്പ് അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. നിദ്ര അവരുടെ കൈകളിൽ പിടിച്ചു. ആദ്യമായിട്ടായിരിക്കും അവർ തന്നെ മോളെ എന്ന് വിളിക്കുന്നത് എന്നവൾ ഓർത്തു. മമ്മി കരയരുത്, ഞാൻ വന്നില്ലേ, ഒന്നും സംഭവിക്കില്ല. മോളെ, റോണി, ലിയ അവരെന്നെ വിശ്വസിക്കുന്നില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല മോളെ. എനിക്കറിയാം മമ്മി, നിങ്ങളങ്ങനെ ഒന്നും ചെയ്യില്ല. നിദ്രയുടെ കയ്യിൽ മുഖം പൂഴ്ത്തി സാറ പൊട്ടിക്കരഞ്ഞു. മമ്മി കരയല്ലേ, ഞാനില്ല കൂടെ. ശരിക്കും എന്താ സംഭവിച്ചത്?
നിദ്ര അവരെ ആശ്വസിപ്പിച്ചു. അന്നേരം സാറ നടന്നത് മുഴുവനും പറഞ്ഞു. എല്ലാം കേട്ടതും നിദ്രയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു. പെട്ടെന്ന് തന്നെ നടപടികളൊക്കെയും പൂർത്തിയാക്കി നിദ്ര സാറയുമായി സ്റ്റേഷന് വെളിയിലിറങ്ങി. പുറത്തു നിൽക്കുന്ന നിഖിലിനെ കണ്ട് സാറയുടെ മുഖം താഴ്ന്നു. വരൂ ആൻറ്റി. നിഖിൽ സ്നേഹത്തോടെ സാറയെ തൻ്റെ കാറിലേക്ക് ക്ഷണിച്ചു. വാ മമ്മി, നമുക്ക് വീട്ടിലേക്ക് പോവാം, നിദ്ര പ്രതീക്ഷയോടെ പറഞ്ഞു. ഞാൻ ഇങ്ങോട്ടും വരുന്നില്ല മോളെ. സാറയുടെ ശബ്ദം തീർത്തും തളർന്നിരുന്നു. മമ്മിക്ക് ഇപ്പോഴും അച്ഛനോട് ഇച്ചായനോട് ദേഷ്യമാണോ? ഒരിക്കലുമില്ല, സാറ പതിയെ മറുപടി പറഞ്ഞു. ആ ശബ്ദത്തിൽ ദേഷ്യമോ വാശിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പകരം സ്വയം തന്നെ വെറുത്തുപോയ ഒരാളുടെ തകർച്ച മാത്രമായിരുന്നു. പിന്നെന്താ മമ്മി, വീട്ടിലേക്ക് വരാൻ മടിക്കുന്നത് എന്തിനാ? നിദ്ര സ്നേഹത്തോട് ചോദിച്ചു. സാറ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഒരു നിമിഷം മിണ്ടാതെ നിന്നു. ആ വീട്ടിലേക്ക് നീ തിരിച്ചു കയറാൻ എനിക്ക് അർഹതയില്ല മോളെ. എല്ലാവരുടെയും മുന്നിൽ ഞാനൊരു കള്ളിയായി മാറിയില്ലേ? ഇച്ചായൻ്റെ വിശ്വാസവും ഞാൻ നഷ്ടപ്പെടുത്തി. ഷോണിനും എന്നോട് ദേഷ്യമായിരിക്കും. ആ വീട്ടിൽ ഇനി എനിക്കൊരു സ്ഥാനമില്ല മോളെ. മമ്മി. നിദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരു തെറ്റും ചെയ്യാത്തയാളെ എന്തിന് തല കുനിക്കണം? സത്യം ഒരിക്കലും മറഞ്ഞു കിടക്കില്ല. ഇന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കാം, പക്ഷെ നാളെ സത്യം പുറത്തു വരും. സാറ നിരാശയോടൊന്ന് പുഞ്ചിരിച്ചു. സത്യം പുറത്തു വന്നാലും ഇന്ന് എനിക്ക് കിട്ടിയ ഈ അപമാനം ആരെങ്കിലും തിരിച്ചു കൊണ്ടുവരുമോ മോളെ? അപ്പോഴാണ് ഇതുവരെ മിണ്ടാതെ നിന്ന നിഖിൽ അവരുടെ അടുത്തേക്ക് വന്നത്. ആൻറ്റി. സാറ മെല്ലെ തല ഉയർത്തി. തെറ്റ് ചെയ്തവർ ഒളിച്ചോടും, പക്ഷേ നിരപരാധികൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഡാനിയൽ അങ്കിളും ഷോൺ ഇപ്പോൾ ഒന്നും അറിഞ്ഞിട്ടില്ല. അവരോടിപ്പോൾ പറയേണ്ടതുമില്ല. ആൻറ്റിക്ക് അവിടേക്ക് പോവാൻ മടിയാണെങ്കിൽ പോകണ്ട, പക്ഷേ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാം. ആൻറ്റി ഒറ്റയ്ക്ക് ഇരിക്കണ്ട. സാർ അതിശയത്തോടെ നിഖിലിനെ നോക്കി. എത്രയോ തവണ താൻ അവനെ അപമാനിച്ചിട്ടുണ്ട്. എന്നിട്ടും തൻ്റെ ജീവിതത്തിൽ ഒരു വീഴ്ച വന്ന നിമിഷം ഓടിയെത്തിയത് ഇവരാണ്. നിദ്ര സാറയുടെ വിറയുന്ന കൈകൾ തൻ്റെ കൈക്കുള്ളിൽ ചേർത്ത് പിടിച്ചു. വാ മമ്മി, ഞങ്ങളോടൊപ്പം വീട്ടിലേക്ക് പോകാം. ഇച്ചായം വന്നിട്ട് നമുക്കെല്ലാം കൂടി ആലോചിക്കാം. എന്ത് ചെയ്യണമെന്ന് അപ്പോൾ തീരുമാനിക്കാം. സാറയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. വേണ്ട മോളെ, ഞാൻ ഇങ്ങോട്ടും വരുന്നില്ല. നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാകും. എന്നെ കണ്ട അവർക്കൊക്കെ എന്നോട് വെറുപ്പായിരിക്കും. അത് കേട്ട നിദ്രയുടെ മുഖം വേദന കൊണ്ട് മങ്ങി. അവൾ സാറയുടെ കൈകളിൽ ഒന്ന് മുറുകെ പിടിച്ചു. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ മമ്മി. ഇച്ചായനെ എൻ്റെ അമ്മയ്ക്കും വീട്ടുകാർക്കും ജീവനാ. അപ്പോൾ ആ ഇച്ചായൻ്റെ മമ്മി അവരെങ്ങനെ വെറുക്കും? അവരൊക്കെ പാവങ്ങളാ മമ്മി, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവർ. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി മമ്മി ഒറ്റയ്ക്ക് ഈ വേദന സഹിക്കണ്ട. ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ. ആ വാക്കുകൾ സാറയുടെ ഹൃദയത്തിൽ ഒരു ആശ്വാസ മഴയായി പെയ്തിറങ്ങി. ഏറെ നാളുകൾക്ക് ശേഷം അവരുടെ മനസ്സിൽ ഒരു പ്രതീക്ഷയുടെ ഒരു ചെറിയ വെളിച്ചം തെളിഞ്ഞു. അവൾ പതിയെ നിദ്രയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കാറിനരികിലേക്ക് നടന്നു. കാറിൽ കയറുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് തിരിഞ്ഞു നോക്കിയ സാറയുടെ മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കർത്താവേ, എൻ്റെ നിരപരാധിത്വം എത്രയും പെട്ടെന്ന് എല്ലാവരുടെ മുന്നിൽ തെളിയിച്ചു തരണേ എന്ന്. അവർ കാറിൽ കയറിയതും നിഖിൽ മെല്ലെ വാഹനം സ്റ്റാർട്ട് ചെയ്തു. യാത്ര ആരംഭിച്ചെങ്കിലും കാറിനുള്ളിൽ ആരും ഒന്നും സംസാരിച്ചില്ല. വെറും നിശബ്ദത മാത്രം. സാറയുടെ കണ്ണുകൾ മുഴുവനും സമയവും നിദ്രയിൽ തന്നെയായിരുന്നു. അവളെ നോക്കിക്കൊണ്ടിരുന്ന ഓരോ നിമിഷവും സാറയുടെ ഹൃദയം നിറഞ്ഞൊഴുകുകയായിരുന്നു. എത്രയോ തവണ അവളെ വേദനിപ്പിച്ചു, അപമാനിച്ചു, തെറ്റിദ്ധരിച്ചു. എന്നിട്ടും തൻ്റെ ജീവിതം തകർന്നു വീണ ഈ നിമിഷത്തിൽ ആദ്യം ഓടിയെത്തിയത് അവളായിരുന്നു. ആ നിമിഷം സാറയുടെ കണ്ണുകളിൽ നിദ്ര ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നില്ല. തൻ്റെ മകന് കർത്താവ് ജീവിത പങ്കാളിയായി സമ്മാനിച്ച മഞ്ഞുപോൽ നിർമ്മലമായ ഹൃദയമുള്ള ഒരു മാലാഖയായിരുന്നു അവൾ. ഒരിക്കലും ആരെയും വേദനിപ്പിക്കാതെ പകരം ചേർത്ത് പിടിക്കാൻ മാത്രം അറിയുന്ന ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം. ആ അനുഗ്രഹം തൻ്റെ മകൻ്റെ കൂടെ ജീവിതാവസാനം വരെ ഉണ്ടാവണമെന്ന് അവരന്നേരം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. നിദ്രയുടെ നിർദ്ദേശപ്രകാരം നിഖിൽ റോഡിയുടെ ഫ്ലാറ്റിലേക്ക് വണ്ടി തിരിച്ചു. നിഖിലിനോട് വണ്ടിയിൽ ഇരിക്കാൻ പറഞ്ഞ നിദ്ര സാറയും കൂട്ടി ഫ്ലാറ്റിൻ്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് നടന്നു. സാറ ചോദ്യഭാവത്തിൽ നോക്കിയത് നിദ്ര എന്നെ വിശ്വസിക്കൂ എന്ന മട്ടിൽ അവരുടെ കൈ മുറുകെ പിടിച്ചു. റോണിയുടെ ഫ്ലാറ്റിന് മുന്നിലെത്തിയ നിദ്ര കോളിംഗ് ബെൽ അമർത്തി. ഡോർ തുറന്നത് റോണി ആയിരുന്നു. പിന്നാലെ ലിയയും ലിനിയും എത്തി. കത്തുന്ന മിഴികളോടെ നിൽക്കുന്ന നിദ്രയെ കണ്ട് റോണി ഒന്ന് പതറി. തൊട്ടരികിൽ സാറ നിൽക്കുന്നത് കണ്ടതും റോണിയുടെ മുഖഭാവം മാറി. റോണിക്ക് ചോദിക്കാനോ പറയാനോ അവസരം കൊടുക്കാതെ നിദ്ര അവൻ്റെ കവിളിൽ ആഞ്ഞടിച്ചു. ആ ശബ്ദം മുഴങ്ങിയതോടെ അവിടെ മാകെ
ഒരു നിമിഷം നിശബ്ദത നിറഞ്ഞു. റോണി ഞെട്ടലോടെ കവിളിൽ കൈവച്ച് നിദ്രയെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ ദേഷ്യത്തേക്കാൾ കൂടുതൽ അമ്പരപ്പായിരുന്നു. നിദ്രയുടെ മുഖം കോപം കൊണ്ട് ചുവന്നിരുന്നു. അവളുടെ ശബ്ദം വിറച്ചിരുന്നുവെങ്കിലും ഓരോ വാക്കിലും ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. ഇതെന്തിനാണെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്ക് മനസ്സിലായിട്ടുണ്ടാകും. പ്രായം കൊണ്ട് ഞാൻ നിന്റെ ഇളയതായിരിക്കാം, പക്ഷേ സ്ഥാനം കൊണ്ട് ഞാൻ നിന്റെ മൂത്തതാ. നിന്റെ ചേട്ടൻ്റെ ഭാര്യയാ ഞാൻ. എൻ്റെ സ്വന്തം സഹോദരനായിട്ട് ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ. ഒരു പക്ഷേ നീയൊക്കെ എന്നെ ഒരു മിണ്ടാപ്പൂച്ചയെ പോലെ ഒന്നിനും പ്രതികരിക്കാൻ കഴിയാത്തവളെ പോലെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലേ അതിന് വ്യക്തമായ കാരണമുണ്ട്. എൻ്റെ ഇച്ഛായൻ്റെ സമാധാനവും സന്തോഷവും കളയാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് നിങ്ങൾ ഓരോരുത്തരെയും ജീവനായിരുന്നു. എന്നിട്ട് നീയൊക്കെ എന്താ ചെയ്തേ? അതൊക്കെ പോട്ടെ, നിനക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു വന്ന സ്വന്തം മമ്മി ഒരു വേലക്കാരിയെ പോലെയല്ലേ ഇത്രയും നാൾ നീ കണ്ടത്? റോണി സാറയോട് പെരുമാറിയതൊക്കെയും നിദ്ര വിളിച്ചു പറഞ്ഞു. നിദ്ര ഓരോന്നും എണ്ണി എണ്ണി പറയുന്നത് കണ്ട് ഇവളിതൊക്കെയും എങ്ങനെ അറിഞ്ഞു എന്ന പോലെ സാറ പോലും അത്ഭുതപ്പെട്ടു. എന്നിട്ടോ അവർ ചെയ്തിട്ടില്ലാത്ത കുറ്റം അവരുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നു. അതൊരിക്കലും ഒരു മകന് ചേരുന്ന കാര്യമല്ല റോണി. നിന്നെ വളർത്തി വലുതാക്കിയ ആ അമ്മയുടെ കണ്ണുനീരിൻ്റെ വില നീ ഒരിക്കലും മനസ്സിലാക്കും. പക്ഷേ അന്നേക്ക് ആ കണ്ണുനീര് തുടക്കാൻ അവർ നിന്റെ മുന്നിൽ ഉണ്ടാവോ എന്നെനിക്കറിയില്ല റോണി. നിദ്രയുടെ വാക്കുകൾ ഓരോന്നായി റോണിയുടെ മനസ്സിലേക്ക് അമ്പ് പോലെ തറച്ചിറങ്ങി. അവൻ തല കുനിച്ചു നിന്നു. മറുപടി പറയാൻ വാക്കുകൾ കിട്ടാതെ അവൻ്റെ ചുണ്ടുകൾ വിറച്ചു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ശ്വാസം പോലും അടക്കി പിടിച്ച് ആ രംഗം നോക്കി നിന്നു. അന്നേരം ലിയ മുന്നോട്ട് വന്നു. നീ ആരാ ഇവിടെ വന്ന് ഇതൊക്കെ പറയാൻ? ഇവരാണ് എൻ്റെ സ്വർണം മോഷ്ടിച്ചത്. ലിയ പറഞ്ഞത് കേട്ട് നിദ്ര അവൾക്ക് നേരെ തിരിഞ്ഞു. നിനക്ക് ഞാൻ ആരാണെന്ന് അറിയില്ലല്ലേ? നിനക്ക് ഞാനൊന്ന് ഓങ്ങി വെച്ചതായിരുന്നു. വയറ്റിലൊരു കൊച്ചു കിടക്കുന്നതുകൊണ്ടേ തൽക്കാലം വേണ്ടെന്ന് വെച്ചു എന്നും പറഞ്ഞ ലിനിയുടെ നേരെ കയ്യോങ്ങി അവളുടെ ചെവിക്കല്ല് പൊട്ടിച്ചു. ഏതോ ഒരുത്തനുമായുള്ള നിന്റെ മറ്റേ പരിപാടി മമ്മി നേരിക്കണ്ടു. കൂടെ നീ അവനൊരു വളയും കൊടുത്തു. അത് മമ്മി പറയാതിരിക്കാൻ വേണ്ടി നീ മമ്മിക്കിട്ട് പണിതു. നീയാണ് ആ ബാഗിൽ സ്വർണം വെച്ചതെന്നേ എനിക്ക് നന്നായിട്ടറിയാം. ദേ, ഇവളുടെ മുറി പരിശോധിച്ചാൽ ഒരു വള കിട്ടും, മറ്റേത് കിട്ടാൻ പാടാ. ഇവളതേ അവളുടെ കാമുകന് കൊടുത്തു. അകത്ത് കയറി പരിശോധിക്കാനേ എനിക്കറിയാഞ്ഞിട്ടല്ല, എനിക്കതിനുള്ള സമയമില്ല. ശേഷം അവൾ വീണ്ടും റോണിക്ക് നേരെ തിരിഞ്ഞു. മമ്മിയെ പറ്റിച്ച് നീ ഇവളൊക്കെയും കുറേ ഉണ്ടാക്കില്ലേ? അതിനുള്ള പരാതിയെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇല്ലേലേ ഞാൻ ഉണ്ടാക്കും. അതൊക്കെ കുറച്ച് എനിക്കും വശമുണ്ടെന്ന് കൂട്ടിക്കോ. രണ്ടുപേരും അഴിയണ്ണ റെഡിയായിക്കോ. അതും പറഞ്ഞ് മൂവരെയും ദഹിപ്പിച്ച് നോക്കി സാറയുടെ കൈയും പിടിച്ച് നിദ്ര മുന്നോട്ട് നടക്കുമ്പോൾ സാറയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. സ്വന്തം മകളായി ചേർത്ത് പിടിച്ച ഒരു പെൺകുട്ടിയെ ഓർത്ത് അഭിമാനത്തോടെ ഒഴുകിയ സന്തോഷ കണ്ണീരായിരുന്നു അത്. നിദ്ര അവരുടെ കയ്യിൽ മുറുകെ പിടിച്ച് ലിഫ്റ്റിൽ കയറി താഴേക്കിറങ്ങി. കുറച്ചു നേരം ഫ്ലാറ്റിനുള്ളിൽ ആരും ഒരക്ഷരം പോലും മിണ്ടിയില്ല. വാതിലടഞ്ഞതും റോണി തളർന്നതുപോലെ സോഫയിലേക്കിരുന്നു. നിദ്ര പറഞ്ഞ ഓരോ വാക്കും അവൻ്റെ കാതുകളിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു. ലിയ സംശയം നിറഞ്ഞൊരു നോട്ടം ലിനിയിലേക്ക് എറിഞ്ഞിട്ട് വേഗത്തിൽ അവളുടെ മുറിയിലേക്ക് നടന്നു. ഒരു നിമിഷം പോലും പാഴാക്കാതെ വാർഡ്രോബ് തുറന്ന് ഓരോ അറയും സൂക്ഷ്മമായി പരിശോധിക്കാൻ തുടങ്ങി. അത് കണ്ടതും ലിനി പരിഭ്രാന്തിയോടെ പിന്നാലെ ഓടിയെത്തി. എന്താ നീ കാണിക്കുന്നത്? എൻ്റെ മുറിയിൽ കയറി എൻ്റെ സാധനങ്ങൾ പരിശോധിക്കാൻ നിനക്ക് ആരാണ് അവകാശം തന്നത്? അവൾ ലിയയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. പക്ഷേ ലിയ പിന്മാറാൻ തയ്യാറായില്ല. അവൾ ലിനിയുടെ പിടി വിടുവിച്ച് വീണ്ടും വാർഡ്രോബിലേക്ക് കൈ നീട്ടി പരിശോധന തുടർന്നു. അതോടെ ഇരുവരും തമ്മിൽ ചെറിയ ഉന്തും തള്ളും തുടങ്ങി. ഓരോ നിമിഷവും അവരുടെ വാക്കുകളിൽ ദേഷ്യം കനത്തു. ഒടുവിൽ നിയന്ത്രണം വിട്ട ലിയയെ ശക്തമായി പിടിച്ചു തള്ളി. അടുത്ത നിമിഷം ലിയ പിന്നിലേക്ക് തെറിച്ച് കട്ടിലിൻ്റെ മരക്കയിൽ ശക്തമായി ഇടിച്ചു വീണു. വേദനയിൽ അവളുടെ മുഖം ചുളിഞ്ഞു. അടുത്ത നിമിഷം അവൾ ഉറക്കെ നിലവിളിച്ചു.